കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കാൻ സ്വർഗത്തിലെ കൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഭാഗ്യ പദവിക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനവിനെയും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹവും കോട്ടയുമായിരുന്നു. തുടർന്നും പ്രാർത്ഥന ആമയ്ക്കായി യാചിക്കുന്നു, ചോദിക്കുന്നു. ഒരുമിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മളുടെ ആമേൻ കൂടെ ജോയിൻ ആയിരിക്കുന്ന ആമേൻ ഓരോ വ്യക്തി ജീവിതത്തിൽ വലിയ ദൈവിക പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സൗഖ്യം ആരുടെയൊക്കെ ശരീരത്തിൽ ആഴത്തിൽ വെളിപ്പെടണമോ സൗഖ്യം വെളിപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കുറുകിയിട്ടില്ലാത്ത കരം യേശുപ്പച്ചൻ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അയക്കേണ്ടതിനായി എന്തോ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ഗൈഡ് ചെയ്യുന്നു. ഈ ഒക്ടോബർ 14 ഇന്നത്തെ ദിവസത്തിൽ ചിലർ പ്രതീക്ഷിച്ചിരിക്കുന്ന നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിടുതലിൻ്റെയൊക്കെ ചില പ്രാർത്ഥനയുടെയൊക്കെ മറുപടികൾ, ചില സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ഒക്കെ വെളിപ്പെടുന്ന ഒരു ദിവസമായി ഒക്ടോബർ 14 കർത്താവ് ചെയ്യും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കുമ്പോൾ തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കൊരുമിച്ച് 2 സാമുവേൽ ചാപ്റ്റർ 9 അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. 2 സാമുവേൽ ചാപ്റ്റർ 9. ഈ മാസത്തെ നമ്മളുടെ പ്രോമിസ് വേർഡ് ഗാഡ്സ് ഗ്രേറ്റ് മേഴ്സി വിസിറ്റേഷൻ എന്നാണല്ലോ. ദൈവത്തിൻ്റെ മഹാ കരുണയുടെ സന്ദർശനം നമ്മുടെ മേലുണ്ടാകുന്ന മാസം എന്നാണല്ലോ ഈ മാസത്തിൽ ദൈവം നമുക്ക് തന്ന പ്രോമിസ് വേർഡ്. ആ വചനത്തോടുള്ള ബന്ധത്തിലാണ് കഴിഞ്ഞ ആഴ്ചയും നാം മോർണിംഗ് ഡിവോഷൻ ധ്യാനിക്കുവാൻ ഇടയായത്. ഇന്ന് പകലിലും നമ്മുടെ മോർണിംഗ് ഡിവോഷന് ദൈവത്തിൻ്റെ കരുണ മേഴ്സി വിസിറ്റേഷനെ പറ്റിയാണ് 2 ശമൂവേൽ 9 അധ്യായത്തിൽ നിന്നും നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ദാവീദ് രാജാവ് അനന്തരം യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. യോനാഥാൻ മരിച്ചുപോയി. എന്നാൽ ദാവീദ് തൻ്റെ സിംഹാസനം യഥാസ്ഥാനപ്പെട്ടു. ദാവീദ് രാജാവായി തുടരുമ്പോൾ ദാവീദിനോട് ചേർന്ന് ദാവീദിൻ്റെ പ്രതികൂലങ്ങളിൽ നിന്ന, ദാവീദിൻ്റെ പ്രതിസന്ധികളിൽ നിന്ന, ദാവീദിനെ ഒറ്റിക്കൊടുക്കാതെ, ദാവീദിനെ തകർത്ത് കളയുവാൻ കൂട്ടുനിൽക്കാതെ അനേകർ തന്നെ നശിപ്പിച്ചു കളയാൻ പദ്ധതിയിട്ടപ്പോഴും ഒരു ആത്മാർത്ഥ വിശ്വസ്ത സ്നേഹിതനായി തൻ്റെ കൂടെ നിന്ന യോനാഥാൻ, ആ യോനാഥാൻ്റെ നിമിത്തം ഞാൻ ദയ കാണിക്കണം. കണ്ടോ, മേഴ്സി. I want to show mercy upon the family of Jonathan. എനിക്ക് യോനാഥാന്റെ കുടുംബത്തോട് ദയ കാണിക്കണം, മേഴ്സി കാണിക്കണം. യോനാഥാൻ ഇപ്പോൾ ഭൂമിയിലില്ല, അവൻ passed away. But to whom I want to show mercy in Jonathan house. ജോനാഥാന്റെ വീട്ടിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നോ ആ ദയ ഞാനൊന്ന് കാണിക്കേണ്ടതിന്. ആരാ ചോദിക്കുന്നത്? രാജാവ് ചോദിക്കുക, എനിക്ക് ദയ കാണിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയാ. ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, തൻ്റെ രാജത്വം ഇനിയും കാണുമോ എന്നുള്ള ഭയത്തിലായിരിക്കുമ്പോൾ, തൻ്റെ പ്രാണൻ വളരെ മരണഭയത്തിലായിരിക്കുമ്പോൾ ദാവീദിനോട് ചേർന്ന് ഒരാത്മാർത്ഥത കാണിച്ച, ദാവീദിനോട് ചേർന്ന് വിശ്വസ്തത കാണിച്ച വ്യക്തിയാ യോനാഥാൻ. സത്യത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരിക്കും, ദാവീദിൻ്റെ ഹൃദയം തണുപ്പിച്ച ഒരു വ്യക്തിയാണ് യോനാഥാൻ. ആയതുകൊണ്ട് ദാവീദിൻ്റെ രാജത്വം സ്ഥിരമായപ്പോൾ ദാവീദ് ചോദിക്കുക, ഐ വാണ്ട് ടു ഷോ മേഴ്സി. എനിക്ക് യോനാഥാന്റെ കുടുംബത്തോട് ദയ കാണിക്കണം. അതിന് ആരെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ
2-ാം വാക്യം എഴുതിയിരിക്കുക, എന്നാൽ ശൗലിൻ്റെ ഗൃഹത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി. രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയൻ എന്ന് അവൻ പറഞ്ഞു. 3-ാം വാക്യം ശ്രദ്ധിക്കണേ, ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ ദയ. God's great mercy. I want to show God's great mercy. ദാവീദ് പറയുക, ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചു. അതിന് മറുപടി പറയുക, 2 കാലും മുടന്തനായി യോനാഥാന്റെ ഒരു മകൻ ഉണ്ട്. യോനാഥാൻ ഒരു മകൻ ജീവിച്ചിരിപ്പുണ്ട്. അവൻ്റെ 2 കാലും മുടന്ത. യോനാഥാൻ ഒരു മകനുണ്ട്, അവൻ 2 കാലും മുടന്തനായിരിക്കുന്നു എന്ന് രാജാവിനോട് ഉത്തരം പറഞ്ഞു. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് ഇന്നടത്ത് എന്നറിയിച്ചു. അങ്ങനെ ആളയച്ച് അവനെ വരുത്തുകയാണ്. 6-ാം വാക്യം ശ്രദ്ധിക്കണം. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫീബോശത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെഫീബോശത്തെ എന്ന് വിളിച്ചതിന് അടിയൻ എന്നവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെ നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. 8-ാം വാക്യത്തിൽ ഇത് കേട്ടപ്പോൾ മെഫീബോശത്ത് പറയുക, അവൻ നമസ്കരിച്ചും കൊണ്ട് ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ, ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിക്കുവാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നിന്റെ ദയ എൻ്റെ മേൽ നീ കാണിക്കാൻ, നീ എന്നെ കടാക്ഷിക്കാൻ, നിന്റെ ദയ എൻ്റെ മേൽ കാണിക്കാൻ, ചത്ത നായെ പോലെ ഇരിക്കുന്ന ഈ അടിയനെ നീ ഓർക്കാൻ, നിന്റെ ദയ എൻ്റെ മേൽ കടാക്ഷിക്കുവാൻ അടിയൻ എന്തുള്ളൂ എന്ന് ഈ മെഫീബോശത്ത് ചോദിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒരു രാജാവ് തൻ്റെ പ്രതിസന്ധിയുടെ സമയത്ത്, പ്രതികൂലത്തിൻ്റെ സമയത്ത് തൻ്റെ കൂടെ ചേർന്ന് നിന്ന് ഒറ്റിക്കൊടുക്കാതെ ആത്മാർത്ഥത കാണിച്ച് തൻ്റെ ഹൃദയത്തെ തണുപ്പിച്ച യോനാഥാനെ, ആ യോനാഥാൻ്റെ കുടുംബത്തിന് ദയ കാണിക്കാൻ ആ രാജാവ് പറയുക, എനിക്ക് ദയ, മേഴ്സി കാണിക്കണം ആ കുടുംബത്തോട്. ഇത് ഞാൻ പറയട്ടെ, നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ ദൈവം നിങ്ങൾക്കാക്കി വെച്ചിരിക്കുന്ന ദൈവദാസൻ, ആ ദൈവദാസനോട് ചേർന്ന്, ആ സഭയോട് ചേർന്ന് അവരുടെ പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ ഒറ്റിക്കൊടുക്കാതെ ആത്മാർത്ഥത കാണിക്കുന്ന, വിശ്വസ്തത കാണിക്കുന്ന നിന്നെയും നിന്റെ കുടുംബത്തെയും ഇവിടെ ഈ രാജാവ് ഓർത്തു. ദാവീദ് എന്ന രാജാവ് ഓർത്തെന്ന, ദാവീദ് എന്ന രാജാവ് ഓർത്തപ്പോൾ ആ രാജാവിന് ദയ കാണിക്കാൻ തോന്നി. എന്നാൽ ഈ രാജാവിനേക്കാൾ വലിയൊരു രാജാവിനെയാ നമ്മൾ സേവിക്കുന്നേ. ദാവീദിനെ രാജാവാക്കി വെച്ച രാജാതി രാജാവ് നിന്റെ മേൽ ഒരു മേഴ്സി തോന്നിയാൽ, നിന്റെ മേൽ ഈ രാജാതി രാജാവിന് ഒരു കരുണ തോന്നിയാൽ, നിന്റെ അവസ്ഥ മൊത്തത്തിൽ മാറും. ഈ മെഫീബോശത്ത് ഒരു ചത്ത നായെ പോലെ ഇരിക്കുകയായിരുന്നു, ആരും തിരിഞ്ഞു നോക്കാതെ, എല്ലാവരാലും റിജക്റ്റഡ് ആക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, തള്ളപ്പെട്ട്, ഉപേക്ഷിക്കപ്പെട്ടായിരുന്ന ഈ മെഫീബോശത്തിനെ രാജാവ് ഓർത്തു, അല്ലെങ്കിൽ യോനാഥാനെ ദൈവം ഓർത്തു. ഇത് ഞാനൊരു ദൂത് പറയട്ടെ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ ക്രൂശിൻ്റെ അറ്റം ചുമക്കുവാൻ നിങ്ങളുടെ ചുമല് വിട്ടുകൊടുക്കുമ്പോൾ, ഒരു ദൈവമാക്കി വെച്ച ദൈവത്തിൻ്റെ അഭിഷക്തനോട് ചേർന്ന്, ദൈവസഭയോട് ചേർന്ന് പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, ഒരുപക്ഷെ നിങ്ങൾ യോനാഥാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും എൻ്റെ ദൈവത്തിൻ്റെ ദയ നിങ്ങളുടെ തലമുറയോടുണ്ടാകും കേട്ടോ. ആമേൻ, ആമേൻ. നിങ്ങൾ മാറ്റപ്പെട്ടാലും എൻ്റെ ദൈവത്തിൻ്റെ ദയ നിന്നിൽ നിന്ന് മാറ്റപ്പെടത്തില്ല, നിന്റെ കുടുംബത്തിൽ നിന്ന് മാറ്റപ്പെടത്തില്ല. ആമേൻ, നീ മാറ്റപ്പെട്ടാലും, നിന്റെ കണ്ണടച്ചാലും, ആമേൻ, നീ നിമിത്തം നിന്റെ തലമുറയെ മേഴ്സിയാൽ വിസിറ്റ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകലത് വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, സ്തോത്രം. രാജാവിൻ്റെ കരുണ യോനാഥാൻ നിമിത്തം
മെബീബോശത്തിന്റെ മേൽ വെളിപ്പെട്ടതുപോലെ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിൽ പറയാൻ പറയുന്നു. ആമേനാമി, ദൈവത്തിൻ്റെ മേഴ്സി നിന്റെ കുടുംബത്തിലേക്ക് നിന്നെ തേടിയെത്താൻ പോവുകയാണ്. ഇന്ന് നീ ആരും അറിയാത്ത, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, ത്യജിക്കപ്പെട്ട, വ്യസനാപാത്രമായി തള്ളപ്പെട്ടും ഉപേക്ഷിക്കപ്പെട്ടും ഭ്രഷ്ട, ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നൊക്കെയുള്ള പേരുമായി നീ എവിടെയൊക്കെയോ ആമേനാമേനാമി തള്ളപ്പെട്ടായിരിക്കുകയായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ കരുണയുടെ സന്ദർശനം നിന്റെ മേൽ ഉദിക്കുമ്പോൾ, അതേ ഈ മാസം, the month of October, this October 14, the God's great mercy visitation will touch you, going to hit in your house, going to hit in your children's. എത്ര പേർ വിശ്വസിക്കുന്നു? ആ ദൈവത്തിൻ്റെ കരുണയുടെ ആ വിസിറ്റേഷൻ നിന്റെ കുടുംബത്തെ വന്ന് തൊടാൻ പോകുകയാണ്. നിന്റെ തലമുറയെ ഹിറ്റ് ചെയ്യാൻ പോവുകയാണ്. അവരുടെ സ്ഥിതികൾ മാറുകയാണ്. ദൈവത്തിൻ്റെ ദയ മെബീബോശത്തിന്റെ മേൽ വന്നപ്പോൾ അവന്റെ അവസ്ഥ മാറി, അവന്റെ സ്ഥിതി മാറി. രാജാവ് ആളയച്ചവനെ വിളിപ്പിച്ചു. രാജാവ് ആളയച്ചവനെ വിളിപ്പിച്ചിട്ട് പന്തിയിലിരുത്തുകയാണ്. രാജാവ് അവനോട് പറയുകയാണ്, മെബീബോശത്തേ, ആമേൻ, സ്തോത്രം, ആമേൻ, നീയോ നിത്യം എൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ മേഴ്സി. ഇന്ന് ആമേൻ, ഒരു വ്യക്തിക്ക്, ലോകത്തിലെ ഒരു വ്യക്തിക്ക് എന്നോട് കരുണ തോന്നിയാൽ, നിങ്ങളോട് കരുണ തോന്നിയാൽ, നിങ്ങളുടെ അവസ്ഥയോട് കരുണ തോന്നിയാൽ, അവരൊന്നിയോ ഒരു വിഷമമൊക്കെ കാണിച്ച് രണ്ട് വാക്കുമൊക്കെ അയ്യോ അങ്ങനെ അല്ലയോ അങ്ങനെയൊക്കെ ഒരു വിഷമം പറഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും ചെറുതൊന്ന് തന്ന് അവർ പോകും. പക്ഷെ സ്വർഗീയ പിതാവിന്, രാജാതിരാജാവിന് നിന്നോട് കരുണ തോന്നിയാൽ അവനൊന്ന് വിഷമം പറഞ്ഞു പോവല്ല, അവൻ്റെ കരുണയുടെ സ്പർശനത്തിന് നിന്റെ സ്ഥിതിയെ മാറ്റാൻ പറ്റും. ഇന്ന് ചില കുടുംബങ്ങളുടെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പോവുക. ചില കുടുംബങ്ങളിലേക്ക് മഞ്ഞു പെയ്തിറങ്ങുന്നത് പോലെ, മഞ്ഞു പെയ്തിറങ്ങുന്നത് പോലെ ദൈവത്തിൻ്റെ ആ മേഴ്സി ഇപ്പോൾ ഇറങ്ങട്ടെ. ചില കുടുംബങ്ങളിൽ ഇറങ്ങട്ടെ, ചില വ്യക്തി ജീവിതങ്ങളിൽ ഇറങ്ങട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില കുടുംബങ്ങളിൽ തള്ളപ്പെട്ടും ഉപേക്ഷിക്കപ്പെട്ടും വ്യസനപാത്രമായും ഇരിക്കുന്ന നിന്നെ തേടി രണ്ട് കാലും മുടന്തനായി ചത്ത നായെ പോലെ ഇരിക്കുന്ന, ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്ന് പേരിട്ട നിനക്ക് ദൈവത്തിന്റെ വലിയ മേഴ്സി, അതിന്റെ വിസിറ്റേഷൻ പരിശുദ്ധാത്മാവ് തരാൻ പോവുകയാണ്. യുവർ ലൈഫ് ഈസ് ഗോയിങ് ടു ചേഞ്ച് in these days, because the God want to show his great mercy upon you. Maybe some person called you as a rejected and you have some reproaches, but the God is going to roll away all the reproaches in your relatives and your society and in your neighbors. ദൈവത്തിന്റെ മേഴ്സി നിന്റെ മേൽ ഉദിച്ചാൽ നിന്റെ നിന്ന മാറിപ്പോകും. ദൈവത്തിന്റെ മേഴ്സി നിന്റെ മേൽ ഉദിച്ചാൽ നിന്റെ റിജക്ഷൻ മാറിപ്പോകും, നീ അക്സെപ്റ്റഡ് ആകും. യെസ്, കം ഓൺ. എവിടെയൊക്കെയോ ആരൊക്കെയോ നിന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് പകൽ ഈ കരുണയുടെ വിസിറ്റേഷൻ നിന്റെ മേൽ വന്ന് തൊടുകയാണ്. നിന്റെ ആ നിന്ന റിപ്രോച്ചസ് എൻ്റെ ദൈവം ഉരുട്ടി മാറ്റാൻ പോകുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ കരുണ ഈ മെബീബോശത്തിന്റെ മേൽ വന്നപ്പോൾ റിജക്റ്റഡ് ആയവൻ അക്സെപ്റ്റഡ് ആയി. 11-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 11-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മെബീബോശത്തോ രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു. ഹല്ലേലൂയ. മെബീബോശത്തോ രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്ന പോലെ. ദൈവത്തിന്റെ മേഴ്സി നിന്റെ മേൽ ഉദിക്കുമ്പോൾ നിന്റെ പ്രോപ്പർട്ടി മാറുക. രാജകുമാരന്മാരിൽ ഒരുത്തനെ പോലെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, മോനെ റോജോ കയറി വന്നേ. ആമേൻ. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കണം. ഇതൊരു മെസ്സേജ് കേട്ടു പോകാനായിട്ടിരിക്കരുത്. ഇന്ന് യേശുപ്പച്ചൻ്റെ പാദത്തോട്ടൊന്ന് വീണേ. യേശുപ്പച്ചനോട് പറഞ്ഞേ, ഷോ യുവർ മേഴ്സി അൺടു മീ ലോർഡ്. Show your mercy unto my family, Lord. ഞങ്ങളുടെ കൂട്ടായ്മയോട്
നിന്റെ കരുണയുടെ ആ വിസിറ്റേഷൻ അയക്കണമേ. എന്റെ കുടുംബത്തിന്മേൽ നിന്റെ കരുണയുടെ വിസിറ്റേഷൻ അയക്കണമേ. എന്റെ തലമുറയുടെ മേൽ നിന്റെ കരുണയുടെ വിസിറ്റേഷൻ അയക്കണമേ. തള്ളപ്പെട്ടും ഉപേക്ഷിക്കപ്പെട്ടും വ്യസനപാത്രമായും നിന്ദിക്കപ്പെട്ടും എവിടെയൊക്കെയോ ഒരു ചത്ത നായെ പോലെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഇരുകാലും മുടന്തനായി ഒരു മെവിവശത്തിനെ പോലെ ഇന്ന് പകൽ ആമേ ചിലരായിരിക്കുന്നപ്പാ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളെ കരം പിടിച്ചുയർത്തുന്ന ദൈവത്തിന്റെ കൃപ എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ ആമേ പ്രവചിച്ചു പറയാനും പറഞ്ഞു. ജോലി മേഖലയോടുള്ള ബന്ധത്തിൽ ചിലരുടെ മേൽ വലിയ ദൈവത്തിന്റെ മേഴ്സി വെളിപ്പെടാൻ പോകുന്നു. ചിലർക്ക് അർഹതയില്ലാത്ത ചില പൊസിഷനുകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൈപിടിച്ചു കയറ്റാൻ പോകുന്നു. ആമേ, നീ ഒരുപക്ഷെ അവിടെ റിജക്റ്റഡ് ആയിരുന്നേക്കാം, പക്ഷേ ലിസ്റ്റിനകത്ത് പോലും നിന്റെ പേരില്ല. എന്നാൽ ദൈവത്തിന്റെ ഭയങ്കര മേഴ്സി നിന്റെ മേൽ വന്നിട്ട് മേലധികാരിയുടെ ഹൃദയങ്ങൾ നിനക്ക് അനുകൂലമാകും കേട്ടോ. നിന്നെ ഒന്നാം കാവലും രണ്ടാം കാവലും എല്ലാം കടത്തി നിന്നെ അകത്തെ പൊസിഷനിലേക്ക് ആമേൻ ആമേൻ നിന്നെ ആമേൻ ആളയച്ച് നിന്നെ വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തുന്ന രീതിയിൽ ശുശ്രൂഷകളിൽ പുറംപറമ്പിൽ കടന്ന നിന്നെ ശുശ്രൂഷകളിൽ ഏറ്റവും അകത്ത് പന്തിയിൽ രാജകുമാരനെ പോലെ ഇരിക്കത്തക്ക രീതിയിൽ പ്രത്യേകമായ മേഴ്സി വിസിറ്റേഷൻ നിന്റെ മേൽ പകർന്ന് നിന്റെ ശുശ്രൂഷകളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു. അടനകടകരകൽക്കനകടക ചില നിന്ദകളെ എന്റെ ദൈവം ഈ പകൽ ഉരുട്ടി മാറ്റുക. ഈ ഒക്ടോബർ 14 you have to write it in your diary. നിന്റെ ചില റിപ്രോച്ചസ് എന്റെ ദൈവം റോൾ അവേ ചെയ്യാൻ പോകുന്നു. വലിയ ഗുഡ്നസ് നിന്റെ കരങ്ങളിൽ ദൈവം തരാൻ പോകുക. ചില കുടുംബങ്ങൾ, ചില സഹോദരിമാർ, ചില കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന നിന്ന എന്റെ ദൈവത്തിന്റെ മേഴ്സി വിസിറ്റേഷൻ. യോനാദാന്റെ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ? യോനാദാൻ ദാവീദിന്റെ ഹൃദയം തണുപ്പിച്ച വ്യക്തിയായിരുന്നു. ദാവീദിനോട് ചേർന്ന് നിന്ന വ്യക്തിയായിരുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തിന്റെ സഭയോട്, ദൈവമാക്കിയ അഭിഷക്തന്മാരോടൊക്കെ വിശ്വസ്തയോടെ ചേർന്ന് നിൽക്കുക. ദൈവം ഉറപ്പായും തന്റെ കരുണ നമ്മുടെ മേൽ ചൊരിയും. ചേർന്ന് ആമേനാമേ ആദരങ്ങൾ തുറന്നു പാടിയേ സ്ലോ പരിശുദ്ധാത്മാവേ, അങ്ങ് ചില ഹൃദയങ്ങളെ തൊടുന്നതിനാൽ നന്ദി. അപ്രകാശം ചില കുടുംബങ്ങളുടെ മേലേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. അത് ദൈവ സാന്നിധ്യമാണ്. അത് ദൈവത്തിന്റെ മേഴ്സിയാ. ഉടഞ്ഞു പോകേണ്ട നിന്റെ കുടുംബ ജീവിതത്തെ ഇന്ന് കർത്താവ് റീസ്റ്റോർ ചെയ്യുകയാണ്. തകർത്ത് കളയാൻ ശത്രുവിട്ട പദ്ധതികളെ ഇത് ദൈവത്തിന്റെ കരുണ പൊളിച്ചു കളയുകയാണ്. Your mercy visitation, great mercy visitation. നിന്റെ തലമുറ അനുഭവിക്കുന്ന ചില നിന്ദകളെ എന്റെ ദൈവം ഉരുട്ടി മാറ്റും. നിന്റെ മേൽ ആ ദൈവത്തിന്റെ കരുണയുടെ സ്പർശനം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക്
നിന്റെ ജനത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അങ്ങ് അരുളി ചെയ്ത വചനം പോലെ അങ്ങയുടെ കരുണയുടെ ആ സന്ദർശനം ഓരോ ഡിവൈസുകളുടെ മേലും, ഓരോ കുടുംബങ്ങളുടെ മേലും അങ്ങ് അയച്ചിരിക്കുന്നതിനാൽ നന്ദി. അതിൻ്റെ സാക്ഷ്യങ്ങൾ ഈ വരുന്ന സെക്ഷനുകളിൽ, ദിവസങ്ങളിൽ കേൾക്കാൻ ഞങ്ങളെ സഹായിക്കുമല്ലോ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൻഡ് ലവ് യു ഓൾ. ബൈ. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 6 മണി മുതൽ നമുക്ക് മോർണിംഗ് ഡിവോഷൻ ഉണ്ടല്ലോ. ഈ ഡിവോഷൻ നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങൾ ഇതിന്റെ ലിങ്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണമേ. ഗോഡ് ബ്ലസ് യു. ബൈ.